ഇതിൽ ഒരു ഭിഷഗ്വരന് പഠിക്കാൻ പറ്റുന്നത് ആ സമയത്ത് നിങ്ങളിലുണ്ടാകുന്ന ഒരു വേദനയോ യാതനയോ മാത്രമാണ്. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന പാത്രം നിങ്ങൾക്ക് മാത്രം അറിയുന്നതാണ്. ആ പാത്രമാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾക്കൊട്ട് അറിയുകയുമില്ല. കാരണം ആ പാത്രത്തെ ചിന്തിച്ചപ്പോഴാണ് അത് നിങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുവച്ച പാത്രമാണ്. മോഷണത്തെ ഓർത്ത് മോഷ്ടിച്ചപ്പോൾ പിടിക്കാൻ തുടങ്ങിയതാണ്, പക്ഷെ എങ്ങനെയോ രക്ഷപ്പെട്ടതാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് വിറ വന്നത്. നിങ്ങളുടെ വിറയ്ക്ക് ഞങ്ങൾ എന്തർത്ഥം പറഞ്ഞ് മരുന്ന് തരും? യഥാർത്ഥത്തിൽ ഇപ്പോൾ നിങ്ങൾ മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയല്ല. നിങ്ങളെ പിടിക്കാൻ ഒരാൾ തയ്യാറാകുന്നു എന്ന അവബോധം മനസ്സവിടെ കാൽപ്പനികമായി സൃഷ്ടിച്ചിട്ട് ആ വേദനയെ ഇപ്പോൾ അനുഭവിക്കുകയാണ്. അന്ന് മോഷ്ടിച്ചപ്പോൾ പോലും നിങ്ങൾ വിറച്ചില്ല. മനസ്സിലായില്ല? ഇതിനാണ് ഞങ്ങൾ മരുന്ന് തരേണ്ടത്. ഈ വിറയ്ക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ പിറ്റ്യൂട്ടറിയും നിങ്ങളുടെ അഡ്രീനലും നിങ്ങളുടെ തൈറോയിഡും സ്രവങ്ങളെ വിട്ടുതരുമ്പോൾ അവ ഡക്റ്റിലസ് ആണ്. അവ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല. ഈ ഒരു ചിന്ത മനസ്സിലുണ്ടായാൽ അവ വിടും. നിങ്ങളുടെ TSH മാറി മറിയുകയാണ്. ഉറക്കം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. T4 ബാധിക്കുകയാണ്. നിങ്ങൾ അർത്ഥമില്ലാത്തത് പുലമ്പാൻ തുടങ്ങുകയാണ്. നിങ്ങളുടെ കോശങ്ങളിലേക്ക് കടന്നു പോകേണ്ട സോഡിയത്തെ സ്വീകരിക്കുന്ന ഇടനാഴികൾ അടയുകയാണ്. നിങ്ങൾ കുഴയുകയാണ്, താഴേക്ക് വീഴുകയാണ്. കണ്ടു നിൽക്കുന്നവൻ ഈ വീഴ്ച നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ശക്തിയും വെടിപ്പും കുറഞ്ഞിട്ടാണെന്ന് വിചാരിക്കുന്നു. ജീവചേതന നിങ്ങളിൽ സോഡിയം രൂപത്തിലിരിക്കുന്നത് കുറഞ്ഞിട്ടാണെന്ന് വിചാരിക്കാതിരിക്കുന്നു. നിങ്ങളുടെ നെഞ്ചത്തിടിക്കുകയോ നിങ്ങൾക്ക് അതിനുള്ള ഔഷധങ്ങൾ തരികയോ ചെയ്യുമ്പോൾ നിങ്ങളെ എങ്ങനെ രക്ഷിക്കാനാവും? ഇവിടെ ആർക്ക് രക്ഷിക്കാനാവും? നമ്മൾ ഈ അടുക്കിലാണ് സംസാരിച്ചു പോകുന്നത്. മനസ്സിലായില്ല? ഇത് നിങ്ങൾക്ക് മനസ്സിലാകാതെ വരുന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ ചെറിയ കാര്യങ്ങൾക്ക് വലിച്ചുകൊണ്ട് പോകാൻ ഇഷ്ടപ്പെടുന്നത്. ഞാൻ പോരാൻ ഇഷ്ടപ്പെടാത്തത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്, എനിക്ക് വേണ്ടിയല്ല. നിലവിലിരിക്കുന്ന പ്രചാരത്തിലിരിക്കുന്ന നിങ്ങളുടെ രീതിവിധാനങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധമാണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വ്യാധി വിപരീതത്തിൻ്റെതായ യാതൊരു ചികിത്സയും ഫലപ്രദമല്ല. ഈ സമയത്ത് ബന്ധുക്കൾ വെപ്രാളത്തിൽ, ഭിഷഗ്വരൻ വെപ്രാളത്തിൽ ജീവൻ രക്ഷിക്കണം. ഒരു ജീവൻ രക്ഷാ ഔഷധം നേരെ അങ്ങ് കയറ്റിയാൽ അതുവരെ നോക്കിയിരുന്ന അഡ്രീനൽ കയറി പ്രവർത്തിക്കുകയും ഊർജസ്രോതസ്സിലേക്ക് വിട്ടുകൊടുക്കുന്ന ഗ്ലൈക്കോജൻ്റെ അളവ് വർദ്ധിക്കുകയും നിങ്ങൾ തെരുതര മൂത്രമൊഴിക്കുകയും ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രമേഹമാവുകയും ചെയ്യും. ഇതുവരെ നിങ്ങൾ അനുഭവിച്ച വേദനയേക്കാൾ വിഷമത്തേക്കാൾ കൂടിയ സ്ഥായിയായ ഒന്നിലേക്ക് നിങ്ങൾ വേഗം മാറുകയാണ്. ഇവിടെയാണ് കാര്യത്തിന്മേൽ കളിക്കുന്ന കളികളെല്ലാം നിർത്തി കാരണത്തിന്മേൽ കളിക്കുന്ന ഒരു അന്വേഷണത്തിൻ്റെ ആവശ്യകത വരുന്നത്.
ഇങ്ങനൊരു അന്വേഷണം അതിപ്രാചീന കാലത്ത് രൂപപ്പെടുത്തിയിരുന്നു എന്നതാണ് വിചിത്രം. ഇന്ന് പോലും ആ വഴിക്ക് ചിന്തിക്കുക പോലും ചെയ്യാൻ തുടങ്ങിയിട്ടില്ല മനഃശാസ്ത്രകാരന്മാരോ ശരീരശാസ്ത്രകാരന്മാരോ ചികിത്സകന്മാരോ. അവർ സംയുക്തമായി പഠിക്കാൻ ശ്രമിച്ചാൽ പോലും മനസ്സിലാകാൻ വൈഷമ്യമുള്ള ഒന്ന് കാരണത്തെ അന്വേഷിച്ച് അതിപ്രാചീന കാലത്ത് തന്നെ രൂപപ്പെടുത്തി വച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ആ ധിഷണയ്ക്ക് മുമ്പിൽ നമസ്കരിക്കാൻ തോന്നുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ചെറിയ സംശയം നിങ്ങളുടെ ബുദ്ധിയുടെ അതിപ്രബലമായ അംശത്തിൽ നിന്ന് വരുന്നു എന്നുള്ളത് കൊണ്ട് ആ ബുദ്ധിയെ അംഗീകരിക്കണം എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. മനസ്സിലായില്ല? അതുകൊണ്ടാണ് നിങ്ങൾ പ്രതികരിക്കുന്നത്. ഈ മഹാബുദ്ധിക്ക് മുമ്പിൽ വിനയാന്വിതമായി നിൽക്കുമ്പോൾ മറ്റു ബുദ്ധികളൊക്കെ അതിനിസ്സാരങ്ങളായതുകൊണ്ടാണ് അവയെ അഗണ്യകോടിയിൽപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് എന്തു തോന്നിയാലും ഇത് പ്രാചീനമാണെന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത്. ഒരാൾക്കെങ്കിലും മനസ്സിലാവുമെങ്കിൽ ഞാൻ ചാരിതാർത്ഥ്യ ഹൃദയനാണ്. കാരണം ഇതവർ നിലനിർത്തത് ഒരു ജാടയും കൊണ്ടല്ല. അതുകൊണ്ടാണ് അവർ ജന്മപ്രകൃതിയെയും മറ്റും വെച്ച് പഠിക്കുമ്പോൾ വളരെ ആഴത്തിൽ പറഞ്ഞത്. അത്യപൂർവമാണ് സമദോഷത്തിലുള്ള ജനനം. ദോഷസാമ്യം ആദിമകാലങ്ങളിൽ, അതായത് സത്യയുഗങ്ങളിൽ സമദോഷത്തിലാണ് മനുഷ്യൻ ജനിക്കുക. കാലത്തെ മൂന്നായി തിരിച്ചിട്ടുണ്ട്, നാലായി തിരിച്ചിട്ടുണ്ട്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. സത്യം, അഹിംസ, അസ്ഥേയം ഇവയൊക്കെ നിലനിന്ന കാലം. അപ്പോൾ മനുഷ്യജന്മം സമദോഷത്തിലാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങൾ കേവലങ്ങളാണ്. അതിലെ ബോധം ശബ്ദത്തെയല്ല, രൂപത്തെയല്ല, സ്പർശത്തെയല്ല സ്വീകരിക്കുന്നത്, ചേതനനെയാണ് സ്വീകരിക്കുന്നത്. പറയുന്നവൻ, അവൻ്റെ വേഷഭൂഷകൾ, അവൻ്റെ സ്ഥാനമാനങ്ങൾ, അവൻ്റെ ശാരീരിക ആംഗ്യങ്ങൾ, ഇവയ്ക്കൊക്കെ ഇന്ന് പ്രാധാന്യമുണ്ട് ഒരു വസ്തുത പറഞ്ഞു ധരിപ്പിക്കുമ്പോൾ. ആം ഐ റൈറ്റ്? എന്ന് പറഞ്ഞാൽ വസ്തുത മനസ്സിലാക്കാൻ കൊള്ളാത്തവരായി നമ്മൾ മാറിയിട്ടുണ്ടെന്നല്ലേ അർത്ഥം. ഇൻ സിമ്പിൾ ലാംഗ്വേജ്. ഒരു കാര്യം കേട്ടാൽ അത് ഗ്രഹിക്കാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ലേ അതിൻ്റെ അർത്ഥം. ശരിയല്ലെങ്കിൽ പറയണം. മറ്റൊരു ശബ്ദം കേട്ടാൽ ആ ശബ്ദത്തിൻ്റെ നിശബ്ദത അതൊരു അനുഭവമാവും. ഒരു അച്ചടക്കമില്ലായ്മയും അനുസരണയില്ലായ്മയും നമ്മുടെ ബോധതലങ്ങളെ മൊത്തം ബാധിച്ചു എന്ന് പറഞ്ഞാൽ
ശരിയാണെന്ന് നിങ്ങൾ സമ്മതിക്കുമോ? ഇങ്ങനെ ലോകത്തെവിടെ നിന്ന് വരുന്ന ശബ്ദത്തെയും ഒരു ദലമർമ്മരത്തെ പോലും അനുഭൂതിയുടെയും അനുഭവത്തിൻ്റെയും തലമായി ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു തലത്തിൽ ആരെല്ലാം ഇന്ന് ജീവിക്കുന്നുണ്ടോ അവർ ദോഷസാമ്യമുള്ളവരും സത്യയുഗത്തിൽ ജീവിക്കുന്നവരുമാണ്. ഇന്നവർ ജീവിച്ചാൽ അത് കഴിഞ്ഞാൽ വരുന്നതാണ് കൃതയുഗം, അല്ല ത്രേതായുഗം. അവിടെ ദോഷങ്ങളിൽ പ്രബലമായിരിക്കുന്നത് കഫമാണ്. കഫപ്രകൃതിയിലെ ജന്മമാണത്. ജന്മപ്രകൃതി കഫമായിരിക്കുന്നത് ഉത്തമമാണ്. ശാന്തഗംഭീരന്മാരും സമഭാവനയുള്ളവരും തണുത്തിരിക്കുന്നവരും അടുക്കെ ഇരുന്നാൽ ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്യും. അവരുടെ അടുക്കെ ഇരിക്കുമ്പോൾ തന്നെ ഒരു ശാന്തത ബോധ്യപ്പെടും. ദ്വാപരത്തിലേക്ക് വരുമ്പോൾ പിത്തപ്രകൃതിയെ കാലഗണനയനുസരിച്ച് പിത്തം വർദ്ധിച്ചിരിക്കുമ്പോൾ അടുത്തിരിക്കുമ്പോൾ അറിയാം ചൂടനുഭവപ്പെടും. ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് അയാളെ ഏറ്റിട്ട് നമ്മളിരുന്നാൽ പൊള്ളും. കോപമുണ്ടാവും. വളരെ സൗമ്യമായ തലത്തിൽ പറയുന്ന കാര്യങ്ങൾ പോലും കോപത്തോടു കൂടിയേ പറയുള്ളൂ. രണ്ട് പിത്തപ്രകൃതിയുള്ളവരാണ് സംഭാഷണം ചെയ്യുന്നതെങ്കിൽ താൻ എന്തിനാ കോപിക്കുന്നതെന്ന് കോപിച്ചുകൊണ്ട് അങ്ങോട്ട് മനസ്സിലായി. ഈ കോപം ഉണ്ടാക്കുന്ന ഈ പ്രകൃതത്തിൽ നിന്നുകൊണ്ട് ഇതിനെ തിരിച്ചറിയാനും പറ്റില്ല. അപ്പൊ പഴയ അമ്മമാരാണെങ്കിൽ കുട്ടിക്കാലത്ത് ഈ പ്രകൃതത്തിനനുസരിച്ചുള്ള ആഹാരം കൊടുത്താണ് ഇതിനെ ശാന്തമാക്കിയെടുക്കുന്നത്. മനസ്സിലായില്ല? അപ്പോൾ അവൻ അറിയില്ല. ഇന്നാകട്ടെ ഹോട്ടലിയറിങ്ങും കാറ്ററിങ്ങും ഒക്കെ വന്നതോടുകൂടി എല്ലാവർക്കും എല്ലാ ആഹാരവും എന്നതാണ് നിയമം. മനസ്സിലായില്ല? ബാല്യത്തിൽ കുഞ്ഞിന് കൊടുക്കുന്ന ഒരാഹാരം, ആ കുഞ്ഞ് കൗമാരത്തിലെത്തുമ്പോൾ കൊടുക്കുന്ന ആഹാരം, അതിന് യൗവനത്തിൽ കൊടുക്കുന്ന ആഹാരം, അത് വാർദ്ധക്യത്തിലെത്തുമ്പോൾ കൊടുക്കുന്ന ആഹാരം, ഇപ്പോൾ പഴയ കാലത്ത് കുടുംബങ്ങളിൽ വ്യത്യസ്തമാണ്. മനസ്സിലായില്ല? പഠിക്കാൻ ഇരിക്കുന്ന ഒരു കുഞ്ഞിന് കൊടുക്കുന്ന ആഹാരം, രാവിലെ എഴുന്നേറ്റ് ചക്രം തിരിക്കാനോ പാടത്ത് വെള്ളം തിരിക്കാനോ പോകുന്ന ചെറുപ്പക്കാരന് കൊടുക്കുന്ന ആഹാരം, വയസ്സായി ഇരിക്കുന്ന വല്യമ്മയ്ക്കും വല്യപ്പനും ഒക്കെ കൊടുക്കുന്ന ആഹാരം, ഇവ വ്യത്യസ്തമായിരുന്നു. ഇന്ന് ഒരേ ആഹാരമായപ്പോൾ വല്യമ്മയ്ക്കും വല്യപ്പനും ഒക്കെ തലവറയും ബഹളവും ഒക്കെ ആയിട്ട് കിടക്കുകയാണ് ഈ ആഹാരം ചെന്ന്. മനസ്സിലായില്ല? പണിയെടുക്കാൻ പോയവന് പണിയെടുക്കാനുള്ള ആരോഗ്യമില്ലാതിരിക്കുക.
എന്ത് പണി പറഞ്ഞാലും ഒരു മന്ദത ബാധിച്ചിരിക്കുകയാണ്. ആഹാരം കൊടുത്തവർ തന്നെയാണ് ഈ കുറ്റം പറയുന്നത്. ഇവനിത് ചെയ്യാനുള്ള ആഹാരമല്ല കഴിച്ചിരിക്കുന്നത്. ഇതിലേറ്റവും വിചിത്രം, ഇങ്ങോട്ട് വാ എന്ന് പറയുന്നതിന് പകരം അവൻ ഇങ്ങോട്ട് വരണമെങ്കിൽ നീ അങ്ങോട്ട് പോ എന്ന് പറഞ്ഞാലേ പറ്റൂ. മനസ്സിലായില്ല? ചിലരോട് അങ്ങനെ പറഞ്ഞാൽ എളുപ്പമാണ്. നീ പോടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവിടെ നിൽക്കും. മനസ്സിലായില്ല? വരും എന്ന് പറഞ്ഞാൽ അവൻ പോവും. അപ്പൊ നമ്മളൊന്ന് തിരിഞ്ഞാൽ മതി, പക്ഷെ നമ്മളും തിരിയൂല. ഇതാണ് ഇതിന്റെ വ്യതിയാനം. നിങ്ങൾക്കിത് മനസ്സിലാവൂ? ഇത്ര സമഗ്രമായാണ് അവരിത് പഠിച്ചത്. ജന്മപ്രകൃതിയിലെ മധ്യമമാണ് പിത്തപ്രകൃതി. വളരെ ചെറുപ്പത്തിൽ തന്നെ കൊച്ചുകുട്ടികളിൽ ആഹാരങ്ങൾ പ്രിയവും അപ്രിയവും ഇങ്ങനെ വന്നു. ഞാൻ നേരത്തെ അതിന് ഉത്തരം പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് അങ്ങയോട് യാതൊരു ദേഷ്യത്തിലുമല്ല ഞാൻ പറയുന്നത്. ഞാനൊരു 15 മിനിറ്റ് മുമ്പാണ് പറഞ്ഞത്, അച്ഛൻ്റെ ക്രോമസോമുകളും അമ്മയുടെ ക്രോമസോമുകളും അച്ഛൻ്റെ ജനിതകങ്ങളും അമ്മയുടെ ജനിതകങ്ങളും ചേർന്ന് ജനിച്ചിരിക്കുന്ന ഒരു കുഞ്ഞിനെ കുഞ്ഞായി കണ്ടുകൂടാ എന്ന് തന്നെ വ്യക്തമായി ഞാൻ പറഞ്ഞതാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങയോടുള്ള ഒരു ദേഷ്യവും കൊണ്ട് പറയുകയല്ല. എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ അങ്ങ് കേട്ട് മനസ്സിലായി കഴിഞ്ഞിട്ട് ആ ഒരു ഏകാഗ്രത നഷ്ടപ്പെടാൻ വെറുതെ ചോദിക്കുന്നു, അല്ലെങ്കിൽ അങ്ങ് സ്വാമിയാരെങ്ങനെയുണ്ടെന്ന് അറിയാനൊന്ന് പരീക്ഷിക്കാൻ ചോദിക്കുന്നു. ഒന്ന് കോപിക്കാൻ, ഒന്ന് കോപിച്ചു വന്നാൽ ഇത്രയൊക്കെ ഉള്ളൂല്ലേ ചോദിക്കാം. അല്ലെങ്കിൽ അങ്ങ് ഞാൻ പറഞ്ഞു ഒന്നും കേൾക്കുന്നില്ല. ആ സാധ്യത അങ്ങയുടെ പ്രായത്തിനും അങ്ങയെ കാണുമ്പോഴും വിശ്വസിക്കാൻ പ്രയാസം. അവസാനത്തത് അങ്ങ് മണ്ടനാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതെനിക്ക് വിശ്വസിക്കാൻ പ്രയാസം. ബാക്കിയുള്ളതെല്ലാം എനിക്ക് സമ്മതമാണ്. അതുകൊണ്ടാണ് യുദ്ധങ്ങളിൽ നല്ലതൊരു ദ്വന്ദ്വ യുദ്ധമാണ്. ഒരു ഗോദായിൽ നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ കാണികൾക്ക് സംഘർഷം ഉണ്ടാവും. Am I right? ദ്വന്ദ്വയുദ്ധമാണെങ്കിൽ ഒരു രസമാണ്. അതുകൊണ്ട് പറഞ്ഞതാണ്, എന്തെങ്കിലും വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. ഞാൻ അതിൻ്റെ സൂചനകൾ തന്നു. ശരീരത്തിൻ്റെ തണുപ്പ്, ശരീരത്തിൻ്റെ ചൂട്, കോപതാപാദികൾ, ശാന്തപ്രകൃതം, ഇവയൊക്കെ വച്ച് നമുക്ക് കൃത്യമായി കണ്ടുപിടിക്കാം. അത് ആഹാരം കൊണ്ട് കുറച്ചു മാറും. എങ്കിലും മൗലികമായി ഈ സാധന അവസാനം വരെ ഉണ്ടാവും. അനുകൂലമായ പരിതസ്ഥിതിയിലെല്ലാം ഇവൻ വെളിയിലേക്ക് തലനീട്ടും. 100% ഒരുവന്റെ മൗലിക പ്രകൃതി വിടാതെ നിൽക്കും. കാരണം അത് ജന്മപ്രകൃതിയാണ്. ഞാൻ പറഞ്ഞു, അതായത് ആഹാരവും ഔഷധവും കൊണ്ട് നിയന്ത്രിച്ചു കൊണ്ടുപോകാം. നിയന്ത്രിച്ചു മാത്രം, നല്ല പോലെ നിയന്ത്രിച്ച് സൗമ്യമായി പോകുന്നതിനിടയിലാണ് ഒരു പിത്തപ്രകൃതിക്കാരൻ പോയി ഒരു കോഴിയെ അടിച്ചതെങ്കിൽ സംഗതി ഇവൻ്റെ മൂലപ്രകൃതി കയറി വരികയും, മനസ്സിലായി, അത് പൈത്തിക വികാരങ്ങൾ ഉണ്ടാക്കുന്ന അനേക രോഗങ്ങൾക്ക് ആ സമയത്ത് വഴിവെക്കുകയും ചെയ്യും. വഴിവെച്ചാൽ പിന്നീട് അത് നിയന്ത്രിക്കാൻ പണി കൂടും. പ്രകൃത്യാവുള്ള വൈകല്യം അസന്തുഷ്ടമായാൽ തിരിച്ച്
അവനെ സാമ്യതയിൽ കൊണ്ട നിർത്താൻ കഷ്ടപ്പാട് കൂടും. ആ സമയത്ത് കോശം കില്ലർ ഹോർമോണുകളെ സ്രവിപ്പിക്കും. മുമ്പ് പറഞ്ഞ ഡക്റ്റിലസ് ഗ്ലാൻഡുകൾ ആ സമയത്താണ് അതിൻ്റെ ഏറ്റവും വലിയ പണി ചെയ്യാൻ തുടങ്ങുന്നത്. ആ സമയം വരുമ്പോൾ അവൻ്റെ മൗലിക പ്രകൃതി കോശാന്തരങ്ങളിൽ വാദിക വികാരങ്ങളുടെ സംഭ്രമജനകമായ ഭാവതലങ്ങൾ ഉദ്ദീപിപ്പിക്കുകയും മൃത്യുവിൻ്റെ കളം വരയ്ക്കുകയും ചെയ്യും. മൃത്യുവിൻ്റെ കളം കോശം വരയ്ക്കുന്നത് വാർദ്ധക്യത്തിൽ മാത്രമാണ്. ഏതു കോശവും മൃത്യുവിലേക്ക് പോകണമെങ്കിൽ വാർദ്ധക്യം വരണം. വാർദ്ധക്യമില്ലാതെ മരണമുണ്ടാവില്ല. 5 വയസ്സുകാരനും 60 വയസ്സുകാരനും 100 വയസ്സുകാരനും ഈ കോശവാർദ്ധക്യത്തിൻ്റെ സംഭ്രമജനകമായൊരവസ്ഥയിലാണ് മൃത്യുവിലേക്ക് പോകുന്നത്. അവിടെ മൃത്യുവിൻ്റെ കളം വരയ്ക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ഉദാഹരണവും വേണമെങ്കിൽ പറയാം, ആവശ്യമുണ്ടെങ്കിൽ. നല്ല പിത്തപ്രകൃതിയുള്ള ഒരുവൻ അത് ശാന്തമായൊക്കെ ഇരിക്കുകയാണ്, നല്ല പോലെ കോഴിമാംസമോ കോഴിമുട്ടയോ ഒക്കെ കഴിക്കുന്നതെന്ന് വിചാരിക്കുക. ശരീരം പെട്ടെന്ന് ചൂടാകുകയും അവനിൽ രക്തശ്രുതി ഉണ്ടാവുകയും ചെയ്യും. അധോഗ രക്തപിത്തമോ ഊർധ്വക രക്തപിത്തമോ വർദ്ധിക്കും. അതല്പം കൂടുതലായി വർദ്ധിച്ചു എന്ന് വിചാരിക്കുക. അതവിടെയൊക്കെ വ്രണങ്ങളെ ഉണ്ടാക്കും. അകത്തുണ്ടാകുന്ന അമിനോ അമ്ലങ്ങളിൽ നിന്നും ആഹാരത്തിലൂടെ വരുന്ന അമിനോ അമ്ലങ്ങളിൽ നിന്നും പുറത്തുനിന്ന് വരുന്ന സൂക്ഷ്മജീവികളുടെ മുട്ടകളിൽ നിന്നും അവിടെ അണുക്രിമികൾ പ്രവർത്തിക്കാൻ തുടങ്ങും. അതിലെ ചില അണുക്രിമികളുടെ വിസർജ്യങ്ങളും ചില അണുക്രിമികളുടെ അമിനോ അമ്ലങ്ങളും കോശവാർദ്ധക്യത്തെ ഉണ്ടാക്കും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. HPV അണുബാധ. പലപ്പോഴും സ്ത്രീകളുടെ പാപ്സ്മിയറിൽ ഇത് വളരെ കൂടുതലായി പെട്ടെന്ന് കൾച്ചർ ചെയ്യപ്പെടും. പുരുഷ ബന്ധമുണ്ടാകുമ്പോൾ പുരുഷനിലേക്ക് അവ കയറും. പുരുഷൻ പോകുന്ന തലങ്ങളിലെത്തും. HPV അണുബാധയുണ്ടായാൽ കോശം വാർദ്ധക്യത്തിലേക്ക് പെട്ടെന്നാണ് എത്തുക. നോക്കിയിരിക്കുമ്പോൾ എത്തും. ഇതിനെ ആധുനികർ വിളിക്കുന്നത് ക്യാൻസർ എന്നാണ്. മനസ്സിലായില്ല? ഇത് കോശവാർദ്ധക്യം മാത്രമാണ്. ഇതുപോലെ തന്നെ ആ പൈത്തിക പ്രകൃതിയിൽ നിങ്ങൾ ഈ കഴിച്ച ആഹാരം കൊണ്ട് രക്തശ്രുതി വരുമ്പോൾ ഫിഷറും ഫിസ്റ്റുലയും ഒക്കെയായി ആദ്യം മാറാം. ഭഗന്തരത്തിലേക്ക് ഇത് മൊഴി മാറിയാൽ മഹാരോഗങ്ങളുടെ പട്ടികയിൽപ്പെട്ടതാണ് ഭഗന്തരം. വളരെ ബുദ്ധിമുട്ടുണ്ടാവും. തുടക്കത്തിൽ നന്നായി ബുദ്ധിമുട്ടിയാൽ മോചിപ്പിച്ചെടുക്കുക. അരിഷ്ടലക്ഷണങ്ങളിലേക്ക് വീണാൽ
പിന്നെ പ്രയാസമാണ്. അതുകൊണ്ടാണ് സ്വന്തം പ്രകൃതി അറിഞ്ഞു വേണം അവസാനം വരെ ജീവിക്കാൻ. പ്രകൃതത്തിന് അനുസരിച്ച് വേണം ആഹാരകാലം നിർണയിക്കാൻ, ആഹാര സ്വഭാവം, ദ്രവ്യ സ്വഭാവം നിർണയിക്കാൻ, ആഹാരമാത്ര നിശ്ചയിക്കാൻ. രാജസപ്രകൃതി കൂടിയ പൈത്തിക വികാരങ്ങൾ കൂടി നിൽക്കുമ്പോൾ പ്രവൃത്തിയെടുക്കാൻ ആഹാരം ഒരുപാട് വേണ്ട. അതുകൊണ്ട് പ്രകൃതത്തെ നോക്കി ആഹാരത്തിൻ്റെ മാത്രയിൽ ആഹാരകാലത്തിൽ അന്നദ്രവ തലം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നിട്ട് കാണാം. എന്നും കഴിക്കാവുന്നതും ഒക്കെ നേരം ഉണ്ടെങ്കിൽ. അപ്പം ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ തിരിവ് അവർ കൊണ്ടുവരുന്നത്. ഇത് കലികാലമാണ്. വാദപ്രകൃതി പ്രായണ കൂടിയിരിക്കുന്ന കാലമാണ്. ജന്മപ്രകൃതി വാദപ്രകൃതിയാണ്. ശാസ്ത്രം അളവറ്റു പുരോഗമിക്കുകയും ശാസ്ത്രീയമായി മാത്രം പ്രസവം എടുക്കുകയും ശാസ്ത്രകാരന്മാർ അറിവ് എല്ലായിടത്തും എത്തിക്കുകയും ചെയ്ത ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ വാദപ്രകൃതം ബാധിച്ചു കാണുന്നത്. കേരളത്തിൽ മുമ്പ് കാണാതിരുന്ന രോഗങ്ങൾ പല കാരണങ്ങളെ കൊണ്ട്, ആമവാദം, ഗൃധ്രസി, സിയാറ്റിക്ക, ഇവയൊക്കെ ഇന്ന് വളരെ കൂടുതലാണ്. വാദം പലതും ഒരുവന്റെ ബലം ഇല്ലായ്മയിൽ നിന്നാണ് വരുന്നത്. ഇമ്മ്യൂണിറ്റി ഡിസോർഡറുകൾ, ഇതിൽ SLEയും മറ്റുമൊക്കെ ആ പട്ടികയിലാണ് പെടുക. സിസ്റ്റമിക് ലൂപ്പസ് എറിത്തീമറ്റോസിസ് ഇന്ന് വളരെ കൂടുതലാണ്. മൾട്ടിപ്പിൾ സ്ക്ലെറോസിസും ഇന്ന് വളരെ കൂടുതലാണ്. ആവരണവാദത്തിൻ്റെ സംക്ഷോഭങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം വളർന്നിരിക്കുകയാണ്. ഇവയൊക്കെ പഴയ കാലത്ത് വർഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഈ രോഗങ്ങൾ കാലവികൃതിയിൽ ഇന്നാണ് കൂടുതൽ കാണുന്നത്. സംഭ്രമജനകമാണ്. ഒന്ന്, നമ്മളാകെ ഉണ്ടായിരുന്ന നമ്മുടെ ജൈവ വൈവിധ്യം തകർത്തു. ആമവാദവും മറ്റും തടഞ്ഞു നിർത്തുന്നതിൽ പാമ്പുകളുടെ കഴിവ് വളരെ കൂടുതലായിരുന്നു. പാമ്പും ആമവാദവുമായി എന്താണ് ബന്ധം എന്നാണോ നോക്കുന്നതിൻ്റെ? ആണോ? പാമ്പ് ശ്വാസം എടുക്കുന്നത് കണ്ടിട്ടുണ്ടാവുമോ? ഒരു സീൽക്കാരം ഉണ്ടാവും. നിങ്ങൾ ചീറ്റുക എന്നാ പറയുക, ചീറ്റുന്നതല്ല. സീൽക്കാരത്തോടു കൂടിയാണ് ഉള്ളിലേക്ക് എടുക്കുന്നത്. നിങ്ങളുടെ ചുറ്റും കാണുന്ന വായുവിനെ അരിച്ചകത്തേക്ക് എടുക്കുമ്പോൾ അതിലൊരു ഹാർഡ് പ്രോട്ടീൻ ഉണ്ട് ഈ വായുവിൽ. നിങ്ങളുടെ പ്രകൃതി വാതികമായിരിക്കുമ്പോൾ നിങ്ങൾ ശ്വസിക്കുന്ന അമ്പര പീയൂഷം അകത്ത് ചെല്ലുമ്പോൾ
ലങ്ങിനത് അരിച്ചു മാറ്റാൻ പറ്റാതെ വന്നാൽ ഈ ഹാർഡ് പ്രോട്ടീൻ നിങ്ങളുടെ കോശാന്തരങ്ങളെ ബാധിക്കും. രക്തത്തിൽ അത് കലരുമ്പോൾ രക്തത്തിലെ സി പ്രോട്ടീൻ്റെയും മറ്റും അളവ് വളരെ വ്യത്യാസപ്പെടും. ഏസോടൈറ്റർ കൂടും, RA ഫാക്ടർ വർദ്ധിക്കും. ഇപ്പം മനസ്സിലായി? പാമ്പ് ഈ ഹാർഡ് പ്രോട്ടീൻ കുറേയെല്ലാം വലിച്ചു മാറ്റിയാൽ അന്തരീക്ഷ വായുവിലെ പ്രോട്ടീൻ്റെ അളവ് കുറവായതുകൊണ്ട് നിങ്ങൾ വലിച്ചു കയറ്റുമ്പോൾ ശ്വസന പ്രക്രിയയിൽ വെച്ച് തന്നെ ആമവാദ സാധ്യതകൾ തടയും. അതുകൊണ്ടാണ് പഴയ ആളുകൾ കാവുകളൊക്കെ നിലനിർത്തിയതും ഇവയൊക്കെ അനിവാര്യമാണെന്ന് ചിന്തിച്ചതും. പാമ്പിന് മാത്രമാണ് ഈ വിഷം വലിച്ചു കയറ്റാനുള്ള ശക്തി കൂടുതലായല്ലോ. അതിൻ്റെ ഫാങ്ങിലിരിക്കുന്ന വിഷം വെറും പ്രോട്ടീനാണ്. അത് നിങ്ങൾക്ക് കഴിക്കാം ദഹിക്കുമെങ്കിൽ. അത് നിങ്ങളുടെ ബ്ലഡിൽ കലർന്നാൽ മാത്രമേ അപകടമുള്ളൂ. നിങ്ങളുടെ ബ്ലഡിൽ കലർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിന്, നിങ്ങളുടെ കിഡ്നി, നിങ്ങളുടെ ഹാർട്ട് ഇവയൊക്കെ ബാധിക്കും. ആമവാദം വരുമ്പോഴും ഇവിടെയൊക്കെയാണ് ബാധ വരുന്നത്. ആദ്യം ഹാർട്ടിലാണ് ആ ബാധ വരുന്നത്. ഇങ്ങനെയാണ് വൈദ്യശാസ്ത്രം പഴയ ആളുകൾ പഠിച്ചത്. ഇതിൽ രഹസ്യമുണ്ടോ? ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാനിത് പഠിക്കാൻ ഇഷ്ടപ്പെട്ടത്. എന്തുകൊണ്ടാണ് സ്വാമിയാരിത് പഠിച്ചതെന്ന് ചോദിച്ചാൽ ഇതുകൊണ്ടൊക്കെയാണ് പഠിച്ചത്. അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ ഞാൻ സ്നേഹിക്കുന്നത് പാമ്പിനെയാണ്. കാരണം നിങ്ങളെ കൊണ്ടും എന്നെ കൊണ്ടും ഈ ഭൂമിക്ക് ഒരു പ്രയോജനമില്ല. തിന്നും തൂറിയും ഈ പറമ്പെല്ലാം മോശമാക്കുക എന്നല്ലാതെ, വർത്തമാനം പറഞ്ഞ് വായുവിനെ ദുഷിപ്പിക്കുക എന്നല്ലാതെ മനസ്സിലായില്ല. നിങ്ങളെന്നെ വെറുതെ വിടുവോന്നറിയില്ല. അതുകൊണ്ട് ഇതിൻ്റെ സങ്കല്പങ്ങളൊക്കെ കാവ്യകേളികളെക്കാൾ മനോഹരങ്ങളാണ്. ഇത് പഠിക്കുമ്പോൾ ഒരിക്കലും ഒരു ശാസ്ത്രമാണ് പഠിക്കുന്നതെന്ന് പോലും തോന്നുകയില്ലാത്ത വിധമാണ്. അത്ര മനോഹര മുഹൂർത്തങ്ങളാണ് അവയുണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ വാദവികാരങ്ങളിലാണ് ജനനം. കൈ പിരിഞ്ഞിരിക്കുന്ന കുഞ്ഞ്, തിരിഞ്ഞിരിക്കുന്ന കുഞ്ഞ്, മുരടിച്ച കുഞ്ഞ്. വാദം ഏറ്റവും കൂടുതൽ ഇന്ന് യന്ത്രതന്ത്രധരനായ വാദം ഏറ്റവും ശക്തിയിൽ പ്രവർത്തിക്കുന്നത് ഇന്ന് മസ്തുളങ്കത്തിലാണ് കുട്ടികൾ. എൻകഫാലൈറ്റിസ്, ഹൈഡ്രോകഫാലസ്, മൈക്രോകഫാലസ്, പെറ്റിറ്റ് മാൽ, ഗ്രാൻഡ് മാൽ എല്ലാം. അതിൽ പെറ്റിറ്റ് മാലും ഗ്രാൻഡ് മാലും ഒക്കെ അത്ഭുതകരമായ വാദവികാരങ്ങളാണ്. 80 വാദങ്ങളെയും ശമിപ്പിക്കുന്ന ഔഷധങ്ങൾ കൊണ്ട് പോലും ശമനം വരുത്തുവാൻ വൈദ്യശാസ്ത്രം വിഷമിക്കുന്ന രോഗങ്ങൾ. ഇന്ന് വളരെ കൂടി വരികയാണ്, കുറയല്ല. അവയിൽ പിശാചങ്ങളുടെ പ്രവർത്തനവും കൂടി ആകുമ്പോൾ വാദവികാരങ്ങൾ അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുകയും അവയിൽ പിശാചങ്ങൾ പ്രവർത്തിക്കുകയും കൂടി ചെയ്യുമ്പോൾ, അണുഖങ്ങൾ, സൂക്ഷ്മോപജീവികൾ അവ പ്രവർത്തിക്കുകയും കൂടെ ചെയ്യുമ്പോൾ 18 തരം ഗ്രഹങ്ങളാണ് രംഗപ്രവേശം ചെയ്യുന്നത്. മലയാളത്തിൽ കിരീകങ്ങൾ എന്ന് പറയും.
അവയുടെ പ്രവർത്തനം രൂപാന്തരപ്പെടുമ്പോൾ അതേ പ്രവർത്തനമുള്ളവരെ ഒന്നിച്ചു ചേർക്കുന്ന വികാരം വരുമ്പോൾ ഇത് ഇരട്ടിയായി വർദ്ധിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയില്ല. മന്ദബുദ്ധികളെ ഒന്നിച്ചു വളർത്തുക. കാരണം അവനിലെ ഗ്രഹവും ഇവനിലെ ഗ്രഹവും പകർന്നു കഴിഞ്ഞാൽ മാറ്റമില്ലാത്തതാവും. കാരണം ഇവൻ കൊണ്ടിയെന്ന് വിടുമ്പം തുപ്പുകയുള്ളായിരുന്നു. മറ്റൊരുത്തൻ നക്കുന്നവനും കൂടെ വന്നപ്പോൾ ഇവൻ തുപ്പുകയും നക്കുകയും കൂടായി. മനസ്സിലായില്ല. റിഹാബിലിറ്റേഷൻ എല്ലാം ഇന്ന് സങ്കീർണമാണ്. അതിൻ്റെ ദുരഭിമാനത്തിലാണ് സോഷ്യൽ ഓർഗനൈസേഷനുകളും മറ്റും. സത്യമറിയാതെയും സത്യം അപഗ്രഥിക്കാതെയും മാനവചേതനയെ മരവിപ്പിക്കുന്ന ജീവിതമാണിത്. ഗ്രഹപ്പകർച്ചയിൽ പുതിയ പുതിയ രോഗങ്ങളും സംജാതമാവും. ഒരു ഗവേഷണത്തിന് സാധ്യതയുള്ള വിഷയങ്ങളാണോ ഇതൊക്കെ? നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊക്കെ ഒരു ഭാവി ഗവേഷണത്തിന് സാധ്യതയുള്ളതാണോ? ഒരു ഷീറ്റിട്ട് കെട്ടിയ ഷെഡിനകത്ത് കുറേ സാധാരണ മനുഷ്യരിരുന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയങ്ങൾക്ക് ആലവാലങ്ങളില്ല എന്നുള്ളത് മാറ്റിയാൽ ഒരു പഠന സാധ്യതയുള്ള വിഷയമാണോ ഇത്? അവിടെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇതാണ് പൂർവികർ ചെയ്തു വെച്ചത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ത്രിദോഷങ്ങൾ. ഈ പരിണാമം വാദവികാരത്തിൻ്റെ പരിണാമത്തിലൂടെയാണ്, യന്ത്രതന്ത്രധരനായ വാദത്തിൻ്റെ പരിണാമത്തിലൂടെയാണ് ഈ സൈക്കോ സോഷ്യൽ എവല്യൂഷൻ ഇന്ന് വളർന്ന് വികസിച്ച് നിൽക്കുന്നത്. സ്വാന്ത ശരീര പരിണാമത്തിൻ്റെ അളവുകോലാണിത്. സ്വാന്തം മനസ്സ്, ശരീരം സൊമാറ്റിക്. ഒരു സൈക്കോസൊമാറ്റിക് വേരിയേറ്റത്തിൻ്റെ കാലഘട്ടം. ഒപ്പം ഒരു സ്വാന്ത സമൂഹ പരിണാമത്തിൻ്റെ, സൈക്കോ സോഷ്യൽ എവല്യൂഷന്റെ വിചിത്ര ഘടനയുടെ കാലഘട്ടവുമാണ്. ഒരു ക്ലാസ്സിൽ ചെന്നൊരു അധ്യാപകൻ ശാസ്ത്രരഹസ്യം ഭംഗിയായി പഠിപ്പിച്ചാൽ ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും അതൊന്നിച്ച് ഗ്രഹിക്കുകയോ ഒന്നിച്ച് ചിന്തിക്കുകയോ ചെയ്യുന്നില്ല. Am I right? ആ ക്ലാസ്സിൽ ചെന്നൊരു വൃത്തികേട് ഒരു അധ്യാപകൻ പറഞ്ഞാൽ അവർ ഒന്നിച്ച് ഉൾക്കൊള്ളുകയും ഒരുപോലെ ഉൾക്കൊള്ളുകയും ചെയ്യും. Is it true? ഋണാത്മകമായ പരിണാമം അതിൻ്റെ ഉച്ചസ്ഥായിയിലാണ്. ഒരാൾ കൂവിയാൽ എല്ലാവരും കൂവുന്നു. ശരിയല്ല. ഇതിൻ്റെ ഒക്കെ കാരണം അതാണ്. ഒരു വൃത്തികേട് കണ്ടാൽ എല്ലാവരും അത് ആവർത്തിക്കുന്നു. സിനിമയും കലയുമൊക്കെ
വില്ലനിയുള്ള നായികാനായകന്മാരെ വെച്ച് ഇത്തരം സംവേദനങ്ങൾ സമൂഹ മനസ്സിന് പകർന്നു കൊടുക്കുകയും അതിനനുസരിച്ചുള്ള ആടകളും ആഭരണങ്ങളും സംഭാഷണ രീതികളും അതിനനുസരിച്ചുള്ള തമാശകളും വരെ ഒരു സാമൂഹിക കാലഘട്ടത്തിൽ നിറയുന്നു. ഉത്തമമായതാകട്ടെ നിർവൃതിയിലെത്താതെ തമസ്കരിക്കപ്പെടുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് ശരിയല്ലെന്ന് തോന്നുന്നില്ലേ? ഇവിടെയാണ് നാം ഇന്ന് ജീവിക്കുന്നത്. യന്ത്രതന്ത്രധരനും മൃത്യുവിനെ ആവാഹിച്ചു കൊണ്ടിരുന്നവനുമായ വാദം അതിൻ്റെ പരിണാമ പ്രക്രിയയുടെ ശൃംഖലയിൽ നിൽക്കുകയാണ്. വാദവിത്ത ഗഭങ്ങളെ മൗലികമായ വൈശേഷിക സൈദ്ധാന്തികതയുടെ അടിത്തട്ടിൽ കോശാന്തരങ്ങളോളം എത്തുന്ന സൃഷ്ടിയുടെ മൗലിക ഗണങ്ങളായി കണക്കാക്കാമെങ്കിൽ അതിൽ നിന്നുരുത്തിരിഞ്ഞു വരുന്ന സ്ഥൂല സൃഷ്ടിയിൽ ധാതുക്കൾ, ദോഷങ്ങൾ, മലങ്ങൾ എന്ന് ചികിത്സാധികൃത പുരുഷന്റെ സ്ഥൂല ശരീരത്തെ അടിസ്ഥാനപ്പെടുത്തി കണക്കാക്കാം. സൂക്ഷ്മരൂപനും കൂടിയായാൽ, സ്ഥൂല ശരീരിയായ പുരുഷൻ സൂക്ഷ്മരൂപനും കൂടിയായാൽ അയാളുടെ മനസ്സും ബുദ്ധിയും എല്ലാം ചേർത്ത് ഈ ദോഷങ്ങളെ അവിടെയും വ്യവഹരിക്കാം. ഈ ചികിത്സാധികൃത പുരുഷന്റെ ശരീരവിജ്ഞാനത്തെ കണക്കിലെടുക്കുമ്പോൾ അവൻ ജീവിക്കുന്ന ചുറ്റുപാട്, കാലശക്തി, കർമ്മശക്തി അവനിൽ ഉൾക്കൊള്ളുന്നതിനാൽ ഋതുക്കളും ദിനങ്ങളും രാത്രികളും ഈ ദോഷചിന്തയിൽപ്പെടും. അതുകൊണ്ട് അവർ മനുഷ്യ ശരീരത്തെ മാത്രം വെച്ചല്ല ദോഷം പറഞ്ഞത്. ഉദിച്ച് കഴിഞ്ഞ് ഒരു 4 മണിക്കൂർ കഫകാലമാണ്. പിന്നെ ഒരു 4 മണിക്കൂർ പിത്തകാലമാണ്. പിന്നെ ഒരു 4 മണിക്കൂർ വാതകാലമാണ്. ദിനത്തിന് വാർദ്ധക്യം വന്ന് മരിക്കുന്നു എന്നാണ് സങ്കല്പം. മനസ്സിലായില്ല? അതിനനുസരിച്ച് നിങ്ങളുടെ കോശപ്രക്രിയയിൽ, ജീവികളുടെ കോശപ്രക്രിയയിൽ മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് ചില ഔഷധങ്ങൾ വ്യാധി വിപരീതത്തിൽ കഴിക്കുമ്പോൾ രാവിലെ സുഖം തോന്നുന്നത് വൈകുന്നേരമാകുമ്പോൾ സുഖം നഷ്ടപ്പെടും. മോഡേൺ മെഡിസിൻ ആയാലും ആയുർവേദമായാലും ഹോമിയോപ്പതി ആയാലും അതൊക്കെ ഭിഷഗ്വരന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ അപകടത്തിലേക്ക് പോകും. ആ മരുന്ന് ഞാൻ കഴിച്ചു, രാവിലെ നീര് മുഴുവൻ പറ്റി, വൈകുന്നേരം നീരാകുന്നു. സാരയില്ല, കഴിച്ചു, കുഴപ്പമൊന്നുമില്ല. അത് ലിംഫിലൊരു എഡീമ മാത്രമാണ്, നീ പേടിക്കുകയൊന്നും വേണ്ട. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ലിംഫോസൈറ്റ്സിലൊക്കെ ഗണ്യമായ മാറ്റം. പ്ലേറ്റ്ലെറ്റിലും WBCയിലും ഒക്കെ മാറ്റം. മിടുക്കനാണ് ഭിഷഗ്വരനെങ്കിൽ CD4ഉം CD8ഉം ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. വളരെ വലിയ മാറ്റം. നമുക്കൊരു ബയോപ്സിയൊക്കെ ആയിക്കളയാം എന്ന് ഭിഷഗ്വരൻ പറഞ്ഞു. ഒടുവിൽ HL എന്നോ NHL എന്നോ എഴുതുമ്പോൾ ഹോട്ട്കിൻസ് ലിംഫോമയെന്നോ നോൺ ഹോട്ട്കിൻസ് ലിംഫോമയെന്നോ ഒക്കെ എഴുതുമ്പോൾ
എഴുതുന്നവർക്കോ വിധേയരായവർക്കോ ഒന്നും അറിയാത്ത ഒരു ലോകത്തേക്ക് എടുത്തെറിയപ്പെടുന്നു. ഇവിടെ വ്യാധി വിപരീതത്തിൻ്റെ ചികിത്സകളൊന്നും പര്യാപ്തമല്ലാതെ വരുമ്പോൾ പ്രാചീനന്റെ ഈ സങ്കേതങ്ങളെ നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്, ഒന്ന് അറിഞ്ഞു നോക്ക്. രാത്രിയുടെയും ആദ്യത്തെ പാദം, 4 പാദങ്ങളിൽ ആദ്യത്തെ 3 പാദങ്ങളിൽ ആദ്യത്തെ പാദം കഫകാലമാണ്. മധ്യപാദം പിത്തകാലമാണ്. അവസാന പാദം വാതകാലമാണ്. ഋതുക്കളെയും വെച്ച് അങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞത്. ദിനങ്ങൾ, രാത്രികൾ, ഋതുക്കൾ. അതുകൊണ്ട് ആരോഗ്യം കാക്ഷിക്കുന്നവൻ അവനും അവൻ്റെ ചുറ്റുപാടും ചേർന്നതാണ് അവൻ്റെ ഫിസിയോളജി എന്നറിഞ്ഞ് ദിനചര്യ ഉണ്ടായിരിക്കണം. കലികാലത്ത് ദിനചര്യയില്ല. പുസ്തകത്തിൽ നിന്ന് വായിച്ച് പഠിച്ചിട്ട് ഞാൻ ദിനചര്യ നിങ്ങളെ പഠിപ്പിച്ച് തന്നതുകൊണ്ട് കാര്യമില്ല, ഞാൻ ആചരിക്കണം. കാലചക്രത്തിൻ്റെ പ്രവാഹം കൊണ്ട് ഞാൻ ആചരിക്കില്ല. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. യദ്യദാചരതി ശ്രേഷ്ഠ തതദേവേതരോ ജനാഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ആചരിച്ചാൽ മതി, പഠിപ്പിക്കണമെന്ന് പോലുമില്ല, നിലനിൽക്കും. പഠിപ്പിക്കാനുള്ള സംഘടിത ശ്രമങ്ങളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ. ആചരിക്കാൻ താല്പര്യമില്ല. അധീതി ബോധാചരണ പ്രചാരണ എന്നാണ്. പ്രചാരണത്തിന് മുൻതൂക്കമുള്ളൊരു കാലഘട്ടമാണ്. ആചരണത്തിന് സാധ്യതയില്ല ഒരു രംഗത്തും. അതുകൊണ്ട് ഇത് ക്ലേശപൂർണമാണ്. ആ നിലയിൽ ദേശങ്ങളെ അവർ വിഭജിച്ചിട്ടുണ്ട്. കാലമെന്ന പോലെ ജാങ്കലം, സാധാരണം, അനൂപം. അതേപോലെ തന്നെ ആ ദേശത്ത് ആചാരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ദേശങ്ങളില്ല, ദേശാചാരങ്ങളില്ല. ഒന്നല്ലാത്ത ലോകത്തെ ഒന്നാക്കിയിരിക്കുന്ന കാലമാണ്. അനേക വർഷങ്ങൾക്കിടയ്ക്ക് സൂര്യനൊന്ന് തലനീട്ടുന്ന രാജ്യത്തിൻ്റെ സംസ്കൃതി സൂര്യൻ 12 മണിക്കൂർ നിൽക്കുന്ന രാജ്യത്ത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ. അമേരിക്കയിൽ ടൈയും ബൂട്ടും ഒക്കെ കെട്ടി നടക്കുന്നത് സൂര്യനില്ലാത്തത് കൊണ്ടും തണുപ്പുള്ളത് കൊണ്ടുമാണ്. മനസ്സിലായില്ല? അവിടുത്തെ സായിപ്പ് പോലും ഇവിടെ വന്നാൽ ഉള്ളത് പറിച്ച് ദൂരെ കളയും. മനസ്സിലായില്ല? അവിടെ അവരങ്ങനെയല്ല ജീവിക്കുന്നത്. നിങ്ങൾ കണ്ടത് സിനിമയും കാര്യമൊക്കെ ആയിരിക്കും. പിന്നെ വയസ്സുകാലത്ത് ഇൻ്റർനെറ്റിലെ പോർണോഗ്രാഫിക് വെബ്സൈറ്റും വെറുതെ ഇരിക്കുകയല്ല. അതുകൊണ്ട് പറ്റിയൊരു അബദ്ധമാണ്. ആ കുസൃതി നിർത്തിയാൽ മതി. അതാ ലാപ്ടോപ്പ് എപ്പോഴും ഓൺ ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് അതങ്ങ് നിർത്തിയാൽ മതി. അപ്പോൾ
ഇത് നിങ്ങൾ നല്ലപോലെ ആസ്വദിച്ചു എന്ന് തോന്നുന്നു. ഇതുവരെ ഞാൻ പറഞ്ഞ ശാസ്ത്രം ഒന്നും ആസ്വദിക്കാത്ത മാർഗരേഖയിൽ ആസ്വദിച്ചു എന്ന് തോന്നുന്നു. എനിക്കിതിലും നന്നായി അറിയാവുന്നത് അതാണ്. നിങ്ങൾ അപകടത്തിലാകുമെന്നുള്ളത് കൊണ്ടാണ് അത് പഠിപ്പിക്കാത്തത്. കാരണം വൈദ്യശാസ്ത്രം പഠിക്കുമ്പോൾ ആദ്യം പഠിച്ചത് കുചിമാരതന്ത്രവും വാത്സ്യായനവും കൊഖോഗവും ഒക്കെയാണ്. അതിൽ നല്ലപോലെ പരിനിഷ്ണാതനായി കഴിഞ്ഞു മാത്രമാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ അകപ്പൊരുൾ തേടിയതും പഠിച്ചതും. അതുകൊണ്ട് അപകടത്തിൽ നിങ്ങൾ പെടണ്ട. കാരണം സാധാരണ സ്വാമിമാരെയൊക്കെ കാണുമ്പോൾ അവർ പച്ച പരമാർത്ഥികളും പാവങ്ങളും വെറും പച്ചക്കറികളുമാണെന്ന് ധരിക്കും നിങ്ങൾ. അത് വേണ്ട. ഈ ചിലര് പരിചയപ്പെടാൻ വരുന്നത് വെറും ഉണങ്ങിയ പച്ചക്കറി എന്ന് വിചാരിച്ചാണ്. അടുത്ത് നോക്കുമ്പോഴാണ് ഇതിന്റെ ചൂടും ചൂരും ഒക്കെ ചിലപ്പോൾ തിരിയുക. വയസ്സുകാലത്ത് വേണ്ട. എവിടെയാ പറഞ്ഞു നിർത്തിയത്? ദേശം, കാലം ഇവയൊക്കെ വിഭജിച്ചിട്ടുണ്ട്. പടിഞ്ഞാറ് സൂര്യൻ വല്ലപ്പോഴുമായി എത്തുന്നത്. ഇവിടെ സൂര്യൻ 12 മണിക്കൂർ പ്രചണ്ഡമാണ്. Am I right? മഴക്കാലത്തു പോലും സൂര്യൻ ഇവിടെയുണ്ട് നന്നായിട്ട്. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ മന്ത്രിമാരും മന്ത്രിപത്നിമാരുമൊക്കെ വിദേശ പര്യടനം കഴിഞ്ഞു വന്ന് അവിടുത്തെ സസ്യങ്ങൾ, അവിടുത്തെ ജീവിത രീതികൾ, അവിടുത്തെ വസ്ത്രധാരണം, അവിടുത്തെ പഠിക്കുന്ന രീതികൾ, അവിടുത്തെ സ്കൂളിൻ്റെ മാതൃക, ഇതിനായിട്ട് ഈ നാടിൻ്റെ പണം മുഴുവൻ ചെലവഴിക്കുന്നു എന്ന് വന്നാൽ ഇവിടെ നിന്ന് സഞ്ചരിക്കുന്ന ആധ്യാത്മികവാദികൾ പടിഞ്ഞാറ് പോയി കണ്ട അത്ഭുത പരതന്ത്രരായി വന്ന് അവിടുത്തെ വസ്ത്രധാരണം ഇവിടുത്തെ കുട്ടികളെ അണിയിപ്പിക്കുമ്പോൾ, അവരെ കൊണ്ട് അവിടുത്തെ ഭാഷ പറയിപ്പിക്കുമ്പോൾ, അവിടെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ തിരിച്ചറിയാതെ ഇവിടുത്തെ ശരീരത്തെ അങ്ങനെ മാറ്റിമറിക്കാൻ ശ്രമിക്കുമ്പോൾ മാരകമായ രോഗങ്ങളിലേക്കാണ് നിങ്ങളുടെ കുട്ടികൾ പതിക്കുന്നത്. പഠനീയമായ വിഷയമാണോ എന്ന് നിങ്ങൾ ആലോചിക്കുക. എന്തുകൊണ്ട് അവിടുത്തെ മതവും അവിടുത്തെ ആചാരവും അവിടുത്തെ അനുഷ്ഠാനവും അവിടുത്തെ ജീവിത രീതിയും അവിടുത്തെ ഭാഷയും അവിടുത്തെ സംവേദനങ്ങളും അങ്ങനെ ആയി എന്ന് ആദ്യം പഠിച്ചിട്ട് അതിലവർ എങ്ങനെ ആരോഗ്യത്തോടെ നിൽക്കുന്നു എന്ന് കണ്ടിട്ട് ഈ മണ്ണിനും ഈ പ്രകൃതിക്കും ഇവിടുത്തെ സ്വഭാവത്തിനും അനുഗുണമായി എങ്ങനെ ഇത് രൂപപ്പെടുത്താം? എന്തുകൊണ്ട് നിങ്ങൾ അവിടുന്ന് കൊണ്ടുവന്ന ആംഗലേയ ഭാഷ ഇവിടെ വന്നപ്പോൾ മാറിമറിഞ്ഞ് മറ്റൊരു ഭാഷയായി? ഇംഗ്ലീഷുകാരൻ്റെ ഭാഷാ തനിമയോടുകൂടി ഭാഷയെ നിലനിർത്താൻ അമേരിക്കക്കാരന് കഴിഞ്ഞില്ലെങ്കിൽ, ഫ്രഞ്ചുകാരന് കഴിഞ്ഞില്ലെങ്കിൽ, ജർമ്മൻകാരന് കഴിഞ്ഞില്ലെങ്കിൽ, തനിമയോടെ അത് നിലനിൽക്കില്ലെങ്കിൽ, ഒരിക്കലും അവനാകാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങളുടെ ശ്രമം പാഴ്വേലയാണെന്ന് തിരിച്ചറിയാൻ അരമണിക്കൂർ പോലെ. മനസ്സിലാകുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെയൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്. ഒന്ന് ജനിതകങ്ങളുടെ പ്രത്യേകത, 2 ക്രോമസോമുകളുടെ പ്രത്യേകത, 3 നിങ്ങൾ ജീവിക്കുന്ന ദേശത്തിൻ്റെ, അവിടുത്തെ മണ്ണിൻ്റെ, അവിടുത്തെ ആഹാരത്തിൻ്റെ, അതിലെ ദ്രവ്യഘടനയുടെ, ഇതെല്ലാം സമഗ്രമായി ചേർത്ത് വെച്ചുകൊണ്ടുള്ള സമീചീനമായൊരു ദർശനം
ആണ് ആയുർവേദം. അതാണ് അതിൻ്റെ രഹസ്യം. അപ്പൊ ആ നിലയിൽ ദിനരാത്രങ്ങളും അതുപോലെ തന്നെ കാലദേശങ്ങളും എല്ലാം അതിൽ ഉൾപ്പെടുന്നു. ധാതുക്കൾ ദോഷങ്ങൾ എന്ന് വ്യവഹരിക്കുന്നു ഇതിനെ അടിസ്ഥാനപ്പെടുത്തി, അതിൻ്റെ ക്രിയാകാരിത്വം അടിസ്ഥാനപ്പെടുത്തി. ദേശം, കാലം, ദ്രവ്യം, ദ്രവ്യങ്ങളെയും തിരിച്ചിട്ടുണ്ട്. ദ്രവ്യങ്ങളെ ചുമ്മാതിരിക്കുകയല്ലേ ഇത്. അവര് ഓരോ ദ്രവ്യവും എടുത്തു അതിൻ്റെ ഘടകങ്ങൾ വേർതിരിക്കാവുന്ന പദ്ധതികളോടുകൂടി. ആധുനികൻ ഇന്നും വിശ്വസിക്കാൻ കഴിയാത്ത, നിങ്ങളുടെ തലമുടിയിൽ നിന്നെടുക്കാവുന്ന എണ്ണ, ചിരട്ടയിൽ നിന്നെടുക്കാവുന്ന എണ്ണ, മുട്ടയിൽ നിന്നെടുക്കാവുന്ന എണ്ണ, മയിലിൻ്റെ, കോഴിയുടെ, താറാവിൻ്റെയൊക്കെ മുട്ടയിൽ നിന്നെടുക്കാവുന്ന എണ്ണ, വിത്തുകളിൽ നിന്നെടുക്കാവുന്ന എണ്ണ, തടികളിൽ നിന്നെടുക്കാവുന്ന എണ്ണ, ഇലകളിൽ നിന്നെടുക്കാവുന്ന എണ്ണ ഒക്കെ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. അത്ഭുതകരങ്ങളായ ഔഷധങ്ങളും അതിൽ നിന്നെല്ലാം രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം കേൾക്കുകയാണ് വീട്ടിൽ ചെന്ന് വെറുതെ ഒരു മുട്ട ഒരു 10-50 എണ്ണം പുഴുങ്ങിയിട്ട് അതിൻ്റെ ആ വെള്ള അങ്ങോട്ട് മാറ്റിയിട്ട് നേരെ ഉടച്ച് ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് ഒരു മുരിങ്ങയുടെ കമ്പെടുത്ത് ഇളക്കുക. കരിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഒരെണ്ണ പതഞ്ഞ് പൊന്തി വരും. അത് അന്നേരം ഊറ്റുക. പെട്ടെന്ന് ഊറ്റിയില്ലെങ്കിൽ ആവിയായി പോകും. ഊറ്റിയെടുക്കുക. ഇതിന് മുട്ടത്തൈലം എന്ന് പറയും. ഈ മുരിങ്ങയുടെ തണ്ടുകൊണ്ട് ഇളക്കിയെടുത്തത് അപസ്മാരത്തിനൊക്കെ അത്യുത്തമമാണ്. ഇതിൽ ചെമ്മരമോ അതുമല്ലെങ്കിൽ പൂവരശിൻ്റെയോ തൊലി ചേർത്തെടുത്താൽ എല്ലാ ഉദരരോഗങ്ങൾക്കും ഗുൽമനും എല്ലാം നല്ലതാണ്. വേദന കൊണ്ട് പൊളയുന്ന, മെൻസുറൽ സൈക്കിളിൽ വേദന കൊണ്ട് പൊളയുന്ന ഒരു സ്ത്രീക്ക് ഒരു തുള്ളി നാവിലൊഴിച്ചാൽ മതി, 2 തുള്ളി വേണ്ട. ഇതൊക്കെ അടുക്കളയിലാണ് ഉണ്ടാക്കിയത്. അല്ല ഇതിനു വേണ്ടി ഉടനെ തന്നെ മുട്ടയുടെ തൈലം എടുക്കാൻ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പാത്രങ്ങൾ, അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത യന്ത്രങ്ങൾ, അതിൽ പരിശീലനം സിദ്ധിച്ച മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇതൊന്നും വേണ്ട. ഇത് സാധാരണ മനുഷ്യന് ചെയ്യാവുന്ന പണിയാണ്. ഇതാണ് ജനകീയ വൈദ്യശാസ്ത്രം, ജനകീയ ഔഷധ നയം. ജനകീയ ഔഷധ നയവും ജനകീയ വൈദ്യശാസ്ത്രവും കൊണ്ട് ഇന്നലെ അവർ കളിച്ചത് ഇങ്ങനെയാണ്.